2023 പുറത്തിറങ്ങിയ ജാപ്പനീസ് ചലച്ചിത്രം ആൻഡ് യെറ്റ് യു ആർ സോ സ്വീറ്റിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് ചിഗാര കുന്നെന്ന പയ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ചിഗാര ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്. കാണാൻ അത്രമേൽ സുന്ദരനായ പയ്യൻ. അത്ലറ്റിക്സിലും ഏറെ മികവൻ പുലർത്തുന്നുണ്ട്. സ്കൂളിലെ ഒരുവിധം പയ്യന്മാർക്കൊക്കെ അവനോട് അസൂയായിരുന്നു. പെൺകുട്ടികളിലെ വലിയൊരു സംഘം തന്നെ അവന്റെ പിന്നാലെയുണ്ട്. അതേ സ്കൂളിലായിരുന്നു മായ എന്ന പെൺകുട്ടിയും പഠിച്ചിരുന്നത്. അവളന്ന് രഹസ്യമായി തന്റെ ക്രഷിനെ നോക്കിക്കാണുകയായിരുന്നു. അതേസമയം ഗ്രൗണ്ടിൽ ചിഗാര പ്രാക്ടീസ് ചെയ്യുന്നുമുണ്ട്. ചിഗാരയുടെ ഫാൻസായ ഗേൾസ് ആകട്ടെ അവനു വേണ്ടി ചീർ ചെയ്യുന്നു. മായയും ആരെയോ നോക്കി ചിരിക്കുന്നുണ്ട്. പക്ഷെ അത് ചിഗാരയെ ആയിരുന്നില്ല. യമാഡ എന്ന പേരുള്ള മറ്റൊരു പയ്യനെ നോക്കിയായിരുന്നു അവൾ പുഞ്ചിരിച്ചുകൊണ്ടിരുന്നത്. യമാഡയ്ക്ക് മേലാണ് അവൾക്ക് ക്രഷുള്ളത്. യമാഡ തിയേറ്റർ ക്ലബിലെ ഒരു പയ്യനാണ്. സ്കൂളിലെ പോപ്പുലർ പയ്യന്മാരിൽ ഒരാൾ. കാണാൻ ഏറെ ക്യൂട്ടായിട്ടുള്ള ഒരുത്തൻ. പൂവിന് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന യമാഡയെ മായ നോക്കി നിന്നു. 1.5 കൊല്ലത്തോളമായി മായ അവനെ വൺ സൈഡായി പ്രണയിക്കുന്നു. അവന്റെ പിന്നാലെ സ്റ്റോക്ക് ചെയ്ത് നടക്കുന്നു. ഏറ്റവും ഒടുവിൽ അവനോട് തന്റെ പ്രണയം തുറന്നു പറയുവാനും അവനെ ഡേറ്റിന് ക്ഷണിക്കുവാനും അവൾ തീരുമാനിച്ചു. പക്ഷേ യമാഡയ്ക്കടുത്ത് മായ പ്രണയം തുറന്നു പറഞ്ഞപ്പോൾ അവൻ വിചിത്രമായൊരു മുഖത്തോടെ അവളെ നോക്കുകയായിരുന്നു ചെയ്തത്. പിന്നാലെ അവൻ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. മായയാകട്ടെ ആകെ വല്ലാതായി. അവൾ ദുഃഖത്തോടെ അന്ന് ലൈബ്രറിയിലേക്ക് പോയി. അവൾക്കന്ന് ലൈബ്രറി ഡ്യൂട്ടി ആയിരുന്നു ഉണ്ടായിരുന്നത്. നിർഭാഗ്യവശാൽ അവൾ ഓൺലൈനിൽ യമാഡയിട്ട് ഒരു പോസ്റ്റും കണ്ടു. അതിൽ അവളെ സ്റ്റോക്കർ എന്ന രീതിയിൽ യമാഡ മുദ്രകുത്തിയിരുന്നു. കളിയാക്കുകയും ചെയ്തിരുന്നു. അതുകൂടി ആയപ്പോൾ അവളാകെ തകർന്നുപോയി. ദേഷ്യം വന്നി അവൾ അവനെ അൺഫോളോ ചെയ്തു. അന്ന് ചിഗാരയ്ക്കും ലൈബ്രറി ഡ്യൂട്ടി ആയിരുന്നു ഉണ്ടായിരുന്നത്. ചിഗാര മായയുടെ അടുത്തെത്തി. അവരിരുവരും ക്ലാസ്മേറ്റുകളാണ്. പക്ഷേ ചിഗാരയോട് മായക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇരുവരുടെയും താല്പര്യങ്ങൾ വിഭിന്നമായതാണ് അതിന്റെ പ്രധാന കാരണം. അവൾ ദുഃഖിച്ചിരിക്കുന്ന കണ്ട് എന്താ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നേ എന്നവൻ തിരക്കി. മായ ഉള്ള സത്യം തന്നെ പറഞ്ഞു. താൻ ഒരാളെ കുറച്ചു നാളുകളായി പ്രണയിക്കുന്നുണ്ടെന്നും വൺ സൈഡഡ് ലവ് ആണെന്നും പക്ഷേ ഓപ്പോസിറ്റ് വ്യക്തിയിൽ നിന്ന് ഒരു പ്രതികരണവും ലഭിച്ചിട്ടില്ലായിരുന്നെന്നും ഇപ്പോൾ അവൻ തന്നെ റിജക്ട് ചെയ്തു എന്നും അവൾ വ്യക്തമാക്കി. തനിക്കിപ്പോൾ പ്രണയത്തിലും ബന്ധങ്ങളിലുമൊക്കെയുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടു. ആത്മാർത്ഥ പ്രണയത്തിന് ഒരു വിലയുമില്ല എന്നൊക്കെ അവൾ കൂട്ടിച്ചേർത്തു. ഒക്കെ വിട്ടുകളഞ്ഞ് ചിരിക്കുവാൻ ചിഗാര അവളോട് ആവശ്യപ്പെട്ടു. പക്ഷേ അത് ചെവികൊള്ളാതെ അവൾ പോവുകയായിരുന്നു ചെയ്തത്. അന്ന് കുറച്ചു കഴിഞ്ഞ് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അവളുമായി സംസാരിച്ചു. മായയുടെ സങ്കടത്തിലുള്ള അവസ്ഥ കണ്ട് യമാഡ അവളെ റിജക്ട് ചെയ്തിരിക്കാമെന്ന് അവൾ കറക്റ്റായി ഊഹിക്കുക പോലും ചെയ്തു. അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ ടെസൂക്കക്ക് അവളോട് പണ്ടു തൊട്ടേ പ്രണയമുണ്ട്. പക്ഷേ ടെസൂക്കയും അത് തുറന്നു പറയാൻ മടിച്ചിരുന്നു. അവർ കുട്ടിക്കാലം മുതലുള്ള സുഹൃത്തുക്കളാണ്. അന്ന് തിരികെ വീട്ടിലേക്കുള്ള യാത്രയിൽ ഷിഗാരയും മായയും വീണ്ടും കണ്ടുമുട്ടി. എപ്പോഴും നീ ചിരിച്ചിട്ടാണല്ലോ ഉണ്ടാവുക, എന്താ ചിരിക്കാത്തത് എന്ന് ഷിഗാര മായയോട് ചോദിച്ചു. യമാഡയ്ക്ക് പിന്നാലെ പോകുമ്പോൾ അത്രയും, അല്ലാത്തപ്പോഴും ഓരോന്നോർത്ത് താനെപ്പോഴും ചിരിച്ചുകൊണ്ടാണ് ഉണ്ടാവുക എന്നവളും റിയലൈസ് ചെയ്യുന്നത് അപ്പോഴായിരുന്നു. യമാഡ അവളെ പൂർണ്ണമായി റിജക്ട് ചെയ്തതുകൊണ്ട് അവളുടെ വൺ സൈഡഡ് ലവുമായി മുമ്പോട്ട് പോകുന്നതിൽ വലിയ കാര്യമൊന്നുമില്ലെന്ന് അവൾക്ക് തോന്നി. പെട്ടെന്ന് സങ്കടം കുമിഞ്ഞുകൂടി വന്ന് അവൾ കരയാനായും ആരംഭിച്ചു. അവളുടെ അവസ്ഥ കണ്ട് ചിഗാരയ്ക്ക് സങ്കടം തോന്നി. അവൾക്ക് മുമ്പിലേക്ക് അവനൊരു സജഷൻ വെച്ചു. അവളുടെ ഈ വിഷമത്തിൽ നിന്നും പ്രണയ നൈരാശ്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ പരസ്പരം ഒരു ഗെയിം കളിക്കാം എന്നായിരുന്നു അത്. ആ ഗെയിം പ്രകാരം അവൾ ചിഗാരയുടെ പിന്നാലെ പ്രണയം തിരിച്ചു കിട്ടില്ല എന്ന് കരുതി ഫോളോ ചെയ്യണം. കൃത്യമായി പറഞ്ഞാൽ ചിഗാരയെ വൺ സൈഡായി പ്രണയിക്കണം. പക്ഷേ അതൊരു അഭിനയം മാത്രമായിരിക്കും. അപ്പോ അവൾക്ക് പെട്ടെന്ന് യമാഡയെ മറക്കാൻ സാധിക്കും. യമാഡയുടെ പിന്നാലെ വീണ്ടും ഫോളോ ചെയ്ത് അവൾ കളിയാക്കപ്പെടുകയുമില്ല. അവൾ അന്ന് വീട്ടിൽ പോയി ചിഗാര പറഞ്ഞതിനെപ്പറ്റി ആലോചിച്ചു. അങ്ങനെ വൺ സൈഡഡ് പ്രണയം കളിക്കുമ്പോൾ എന്തൊക്കെ രസകരമായി ചെയ്യാം എന്നതിനെപ്പറ്റി ആലോചിച്ച് അവൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. അങ്ങനെ അവൾ തന്റെ ശ്രദ്ധ യമാഡയിൽ നിന്ന് മാറ്റുവാൻ ചിഗാര പറഞ്ഞ ഗെയിമിന് സമ്മതിച്ച് ചിഗാരയിലേക്ക് ശ്രദ്ധ തിരിച്ചു. അടുത്ത ദിവസം അവൾ ചിഗാരയെ നേരിൽ കണ്ടു. താൻ എഴുതിയുണ്ടാക്കിയ ലിസ്റ്റ് ചിഗാരയ്ക്ക് കൊടുത്തു. ആ ലിസ്റ്റ് പ്രകാരം അവൾ എത്ര തവണ അവനെ നോക്കി സ്റ്റോക്ക് ചെയ്തു, അവൾ അവനോട് മിണ്ടി എന്നതൊക്കെയും രേഖപ്പെടുത്തുമായിരുന്നു. അതുപോലെ ചിഗാരയും ചെയ്യണം. വളരെ വിചിത്രമായി ആ ലിസ്റ്റ് തോന്നിയെങ്കിലും ചിഗാരയും അതിന് സമ്മതിച്ചു. അടുത്ത ദിവസം മുതൽ മായ തന്റെ ഗെയിമിൽ ശ്രദ്ധ കൊടുക്കാൻ ആരംഭിച്ചു. ചിഗാര ഉള്ളപ്പോൾ അത്രയും മായ അവനെ ശ്രദ്ധിച്ചു. അവന്റെ സാമീപ്യം നോട്ട് ചെയ്തു. എത്ര തവണ ചിഗാര തന്നെ റിയലൈസ് ചെയ്യുന്നുണ്ട്, തന്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നുണ്ട് എന്നതും അവൾ നോട്ട്
നോട്ട് ചെയ്തെടുത്തു. ഒരു ദിവസം മെട്രോയിൽ അവർ ഒന്നിച്ചുള്ളപ്പോൾ ചികാര അവളോട് തമാശയ്ക്ക് നീ എന്താ എന്നെ സ്റ്റോക്ക് ചെയ്യുകയാണോ എന്ന് ചോദിച്ചു. മായ അതിന് കാര്യമായി റെസ്പോണ്ട് ചെയ്തില്ലെങ്കിലും നമ്മുടെ ഗെയിം തുടങ്ങിയല്ലോ എന്ന് മറുപടി പറഞ്ഞു. മെട്രോയിൽ നിന്നിറങ്ങി പോകുമ്പോൾ ചികാര അവളോട് സൗഹൃദത്തോടെ ഇടപഴകാൻ ശ്രമിച്ചിരുന്നു. ഗെയിം ഒന്നുകൂടി സ്മൂത്ത് ആക്കണമെങ്കിൽ താൻ അവളെ ഹെൽപ്പ് ചെയ്യാം എന്ന് ചികാര കൂട്ടിച്ചേർത്തു. എങ്ങനെ എന്നായിരുന്നു മായയുടെ മറുചോദ്യം. തന്നെ പറ്റിയുള്ള കുറച്ച് വിവരങ്ങൾ താൻ അവളുമായി പങ്കുവെക്കാമെന്നും അപ്പോ അവൾക്ക് ഗെയിം കുറച്ചുകൂടി ഈസിയായി കളിക്കാൻ സാധിച്ചേക്കും എന്നും പറഞ്ഞു. മായ അതിന് സമ്മതിച്ചു. എല്ലാ ദിവസവും രാവിലെ താൻ ഓടാൻ പോവാറുണ്ട് എന്ന് ചികാര മായയ്ക്കടുത്ത് പറഞ്ഞു. തന്റെ മോർണിംഗ് റുട്ടീനും അവളോട് വിശദമായി പറഞ്ഞുകൊടുത്തു. പിറ്റേന്ന് അതുകൊണ്ട് തന്നെ മായ അതിരാവിലെ ഉണർന്ന് ചികാര ജോഗിങ്ങിന് പോകുമ്പോൾ അവനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ചികാര ഒരുപാട് ദൂരം ഓടുമല്ലോ. മായയും പിന്നാലെ ഓടിയോടി ഒടുവിൽ അവളുടെ കാലിന് പരിക്കുപറ്റി. അന്ന് അതുകൊണ്ട് തന്നെ മുടന്തിയായിരുന്നു അവൾ സ്കൂളിൽ പോയതും. ടെയർ കയറാൻ അവൾ ബുദ്ധിമുട്ടി നിന്നപ്പോൾ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ടെസൂക്ക അവളെ സഹായിക്കാനെത്തി. ടെസൂക്കയുടെ സഹായത്തോടെ അവൾ ക്ലാസ്സിലേക്കും എത്തിച്ചേർന്നു. ക്ലാസ്സിലേക്ക് എത്തിയ മായ കണ്ടത് ഷിക്കാരയുടെ ഡെസ്കിൽ നിരവധി പെൺകുട്ടികൾ വന്ന് ഓരോ ഗിഫ്റ്റുകൾ വെക്കുന്നതായിരുന്നു. അത് കണ്ടതും മായയ്ക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി. ചികാരയുടെ ശ്രദ്ധ കിട്ടാൻ അവരൊക്കെ ശ്രമിക്കുമ്പോൾ ചികാര തന്നോട് എത്രമേൽ അടുപ്പത്തിലാണ് ഇടപഴകുന്നത് എന്ന സന്തോഷമായിരുന്നു അവൾക്കുണ്ടായത്. പുഞ്ചിരിയോടെ ഷികാരയുടെ ഡെസ്ക് അവൾ നോക്കി നിൽക്കെ ടെസൂക്ക അത് നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ഷികാരയെ നീ പ്രണയിക്കുന്നുണ്ടോ എന്നവൻ ചോദിച്ചെങ്കിലും ഇല്ലില്ല, ഞങ്ങളടുത്ത സുഹൃത്തുക്കൾ മാത്രമാ എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു. ഗെയിം തുടരുവാൻ മായ ഷികാരയുടെ പിന്നാലെ ക്ലാസ് കഴിഞ്ഞു പോയി. ഷികാര ഫുട്ബോൾ കളിക്കുകയായിരുന്നു. അവൾ അവിടെ എത്തി നോക്കി നിൽക്കെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്ന് സംഭവിച്ചു. അവളുടെ ദേഹത്തേക്ക് ഫുട്ബോൾ അടിച്ചുകൊണ്ടു. ഭാഗ്യവശാൽ അവൾ കൈകൊണ്ട് തടഞ്ഞിരുന്നു. അവൾക്ക് സാരമായി പരിക്കൊന്നും പറ്റിയില്ല. ഷികാര ഓടി വന്ന് അവളെ പൊക്കിയെടുത്തു. പൈപ്പിനടുത്ത് കൊണ്ടുപോയി അവളുടെ കൈയൊക്കെ കഴുകുമ്പോൾ രാവിലെ മുടന്തി നടന്നു വരുന്ന കണ്ടല്ലോ, എന്തു പറ്റിയെന്ന് അവൻ തിരക്കി. അപ്പോഴായിരുന്നു അവളുടെ കാലിലുള്ള ബാൻഡേജുകളും അവൻ നോക്കിക്കാണുന്നത്. തങ്ങളുടെ ഗെയിം അനുസരിച്ച് അവളെ കോപ്പി ചെയ്യുവാൻ താൻ മോർണിംഗിൽ അവന്റെ പിന്നാലെ ഓടിയെന്നും അങ്ങനെ പറ്റിയതാണെന്നും അവൾ അവനോട് വ്യക്തമാക്കി. തന്നെ തന്റെ പ്രണയ നൈരാശ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതുപോലെ ഹെൽപ്പ് ചെയ്യുന്നതിനും അവനോട് നന്ദി പറഞ്ഞു. ഷികാരയ്ക്ക് വേണ്ടി താൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നും അവൾ ചോദിച്ചു. ഒരു നിമിഷത്തിനു ശേഷം ഷികാര അവളുടെ കവിളിൽ തൊട്ടു. അങ്ങനെ അവളുടെ കവിളിൽ പിടിക്കുന്നത് തനിക്കിഷ്ടമാണെന്നും ഇനി അവളുടെ കവിളിൽ ഇതുപോലെ തൊടാൻ ആരെയും അനുവദിക്കരുത് എന്നും അവൻ ആവശ്യപ്പെട്ടു. അത് കേട്ടതും അവളുടെ മുഖം ചുവക്കുന്നുണ്ടായിരുന്നു. ഇരുവരും പരസ്പരം ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന സൂചനയും അതിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിരുന്നു. അന്ന് വൈകുന്നേരം വീട്ടിൽ വെച്ച് മായക്കൊരു മെസ്സേജ് ലഭിച്ചു. ഷികാര അവളെ ഡേറ്റിന് ക്ഷണിച്ചിരുന്നു. മായക്കത് കണ്ട് സന്തോഷം തോന്നി. ഡേറ്റിനായി ഷികാര പറഞ്ഞിടത്തേക്ക് മായ ചെന്നു. മായ എത്തുമ്പോഴേക്കും ഷികാര അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അതൊരു അമ്പലമായിരുന്നു. യാഥാർത്ഥ്യത്തിൽ അതെല്ലാം ഗെയിമിന്റെ ഭാഗമാണ്. കപ്പിളിനൊപ്പം ടെമ്പിൾ വിസിറ്റ് ചെയ്യുക, അതും ഒരു ഡേറ്റിന് ക്ഷണിച്ചുകൊണ്ടാകണം എന്നുമായ ഷികാരയ്ക്ക് ആദ്യം എഴുതി കൊടുത്ത ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്രകാരം ഷികാര പ്രവർത്തിക്കുകയായിരുന്നു. ഇരുവരും ഒന്നിച്ച് അന്ന് ഒരുപാട് സമയം സന്തോഷത്തോടെ ചെലവഴിച്ചു. പോകുന്ന വഴിക്ക് അവരൊരു ടോയ് സ്റ്റോറിൽ കയറി. അവിടെ വെച്ച് മനോഹരമായൊരു കീ ചെയിൻ മായ കണ്ടു. പക്ഷെ അതൊരു കപ്പിൾസ് കീ ചെയിൻ ആയിരുന്നു. കപ്പിൾ ഡോൾ ആയതുകൊണ്ട് തന്നെ അത് വാങ്ങാതെ അവൾ അത് അവിടെ വെച്ചു. ശേഷം അവരൊന്നിച്ച് ബീച്ചിലേക്ക് പോയി ഒരുപാട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഷികാര തന്നെ പറ്റിയുള്ള കാര്യങ്ങൾ മായയോട് തുറന്നു പറഞ്ഞു. തനിക്ക് വളരെ ചെറിയൊരു സഹോദരി ഉണ്ടെന്നും അവൾക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ അവൻ വ്യക്തമാക്കി. അന്ന് അവിടെ ഇരിക്കുമ്പോൾ മായ വാങ്ങാൻ ആഗ്രഹിച്ച് വാങ്ങാതെ വെച്ചിട്ട് പോയ കപ്പിൾ ഡോൾ ഷികാര രഹസ്യമായി വാങ്ങിയിരുന്നു. അതവൻ അവൾക്ക് സമ്മാനിച്ചു. അവളോടത് തന്റെ ഓർമ്മയ്ക്കായി സൂക്ഷിച്ചു വെക്കാൻ അവൻ ആവശ്യപ്പെട്ടു. അവളെ അത് ഏറെ സന്തോഷിപ്പിക്കുകയും അതിശയിപ്പിക്കുകയും ചെയ്തിരുന്നു. അവിടെയും അത് തീർന്നില്ല. പോകുന്നതിനു മുമ്പ് അവളുടെ കൈ പിടിച്ച് അവൻ ചുംബിക്കുകയും ചെയ്തു. അവളുടെ മുഖം വല്ലാതെ ചുവന്നിരുന്നു. എന്താണപ്പോൾ നടന്നത് എന്നതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുവാൻ അവൾക്ക് സാധിച്ചതേയില്ല. അന്ന് വീട്ടിലെത്തിയ ചികാര ഒരുപാട് സന്തോഷത്തിലും ജോളി മൂഡിലുമായിരുന്നു. അവന്റെ കുഞ്ഞു സഹോദരി അത് ശ്രദ്ധിച്ചു. എന്താ കാര്യമെന്ന് തിരക്കി. തനിക്ക് പുതിയ നല്ലൊരു സുഹൃത്തിനെ കിട്ടി എന്നായിരുന്നു അവന്റെ മറുപടി. അടുത്ത ദിവസം സ്കൂളിലെത്തിയിട്ട് മായയും ഒരുപാട് സന്തോഷത്തിലായിരുന്നു. ചികാര സമ്മാനിച്ച കപ്പിൾ ഡോളും നോക്കി അവൾ മുമ്പോട്ട് നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ പോകുന്നതിനിടയിൽ അവൾ യമാഡയ്ക്കും ഒരു കൂട്ടുകാരന് മുമ്പിൽ ചെന്നുവിട്ടു. യമാഡ അവളെ അക്ലി എന്ന് വിളിച്ച് കളിയാക്കി. എന്ത് യോഗ്യതയുണ്ടായിട്ടാടി നീ എന്നെ പ്രപ്പോസ് ചെയ്തത് എന്നൊക്കെ ചോദിച്ച് അപമാനിക്കുകയും കൂട്ടുകാരനുമൊത്ത് കളിയാക്കി ചിരിക്കുകയും ഒക്കെ ചെയ്തു. ആ വാക്കുകളൊക്കെ അവളെ വല്ലാതെ ബാധിച്ചിരുന്നു. അതവളെ വേദനിപ്പിച്ചു. അവൾ കരയാൻ ആരംഭിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് അങ്ങോട്ടേക്ക് ചികാര കടന്നു വന്നു. മായയുടെ സൈഡ് പിടിച്ച്
പിടിച്ച് സംസാരിച്ച ചിഗാര യമാഡയെ എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു. യമാഡ അതോടെ നാണം കെട്ട് അവിടെ നിന്ന് പോയി. അന്ന് കുറച്ചു കഴിഞ്ഞ് മായ തന്റെ സുഹൃത്ത് ചീക്കയുമായി സംസാരിക്കുകയായിരുന്നു. തന്റെ വൺ സൈഡ് ലവ് ഗെയിമിനെ പറ്റിയും മായ കൂട്ടുകാരിയോട് പറഞ്ഞു. ചീക്ക അവളോട് ഗെയിമിനെ സീരിയസ് ആയി കാണണമെന്നും ചിഗാരയുമായി പ്രണയത്തിലൊന്നും വീണേക്കരുത് എന്നും കൂട്ടിച്ചേർത്തു. പിന്നീട് അങ്ങോട്ടേക്ക് മായ ചിഗാരയെ ചെറുതായി അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. ചിഗാരയും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ ഒരു പരിധി കഴിഞ്ഞപ്പോൾ എന്താ കാര്യമെന്ന് അവൻ മായയുടെ അടുത്ത് ചോദിച്ചു. പക്ഷെ മായ ഒന്നും പറയാതെ വീണ്ടും ഒഴിഞ്ഞു മാറാൻ നോക്കി. ആ സമയമായിരുന്നു അങ്ങോട്ടേക്ക് മിയു എന്നു പേരുള്ള മറ്റൊരു പെൺകുട്ടി കടന്നു വന്നത്. ചിഗാരയോട് തനിക്ക് തനിച്ച് സംസാരിക്കണം എന്ന് മിയു പറഞ്ഞു. പിന്നാലെ അവിടെ വെച്ച് തന്നെ മിയു പണ്ട് തൊട്ടേ താൻ ചിഗാരയെ പ്രണയിക്കുന്നുണ്ട് എന്ന് തന്റെ ഫീലിംഗ്സും അവനോട് പ്രകടിപ്പിച്ചു. ചിഗാര വേദനിപ്പിക്കാത്ത രീതിയിൽ ആ പെൺകുട്ടിയെ പറഞ്ഞു വിട്ടു. ശേഷം അവൻ തിരികെ മായയുടെ അടുത്തെത്തി. എന്തിനാണ് തന്നെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് വീണ്ടും ചോദിച്ചു. നമ്മുടെ വൺ സൈഡഡ് ലവ് ഗെയിം അവസാനിപ്പിക്കാൻ പോകുവാണോ എന്നും തിരക്കി. മായ അപ്പോൾ ഒന്നും മിണ്ടിയില്ല. പക്ഷെ ക്ലീൻ ചെയ്യുന്നതിനിടയിൽ അവളുടെ ഡ്രസ്സിൽ പെട്ടെന്ന് ചെയ്തതുകൊണ്ട് അക്രലിക് പെയിന്റ് ആയി. താൻ കാരണമാണല്ലോ പെട്ടെന്ന് അവളുടെ ജാക്കറ്റിൽ അങ്ങനെ സംഭവിച്ചത് എന്നോർത്ത് ചകാര തന്റെ ജാക്കറ്റ് ഊരി അവൾക്ക് കൊടുത്തു. തൊട്ടു പിന്നാലെ മായ ജാക്കറ്റ് ധരിച്ച് പുറത്തു പോയപ്പോൾ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ടെസാക്ക അത് കണ്ടു. ടെസാക്കക്ക് വല്ലാത്ത അസൂയയും കുശുമ്പും തോന്നി. ഇതിങ്ങനെ തുടർന്നാൽ തന്റെ മുമ്പിലുള്ള സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ടെസുക്ക തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അവൻ തന്റെ പ്രണയം ആ നിമിഷം തന്നെ അവളോട് തുറന്നു പറയാനൊരുങ്ങി. പക്ഷെ അവൻ പറയുന്നതിന് മുമ്പേ അങ്ങോട്ടേക്ക് ചിഗാര കടന്നു വന്നിരുന്നു. മായ തന്റെ പെണ്ണാണ് എന്ന് ചിഗാര അവന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു. ഇരുവർക്കുമിടയിൽ അത് ചെറിയൊരു വാക്കുതർക്കവും ആർഗ്യുമെന്റും ഉണ്ടാക്കാൻ ആരംഭിക്കുകയായിരുന്നു. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിനു മുമ്പ് ടെസൂക്ക അവിടെ നിന്ന് പോയി. മായയാകട്ടെ ഉടനടി ജാക്കറ്റൂരി ചിഗാരയ്ക്ക് തിരികെ കൊടുത്തു. അതുകൊണ്ട് ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ ശ്രദ്ധ തന്നിലേക്ക് വരുന്നതും പ്രശ്നങ്ങൾ സംഭവിക്കുന്നതും അവൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. തന്റെ കോട്ട് കഴുകി അവൾ സ്റ്റോർ റൂമിൽ ഉണക്കാനിട്ടിരുന്നു. അവൾ അങ്ങോട്ടേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് അങ്ങോട്ടേക്ക് കുറച്ച് പേപ്പറുകളിൽ ലവ് ഗെയിംസിന്റെ ലിസ്റ്റ് എഴുതി അതുമായി അവൻ അവൾക്ക് മുമ്പിലേക്ക് എത്തിച്ചേർന്നു. ആ ഗെയിമുകൾ അവളും ഒന്നിച്ച് കളിക്കാൻ താൻ താല്പര്യപ്പെടുന്നു എന്ന് അവൻ പറഞ്ഞു. അവളുടെ ഹൃദയം തകർന്ന സമയത്ത് അവൾ ആദ്യം വരേണ്ടിയിരുന്നത് തന്റെ അടുത്തേക്കായിരുന്നു എന്നൊക്കെ അവൻ കൂട്ടിച്ചേർത്തു. മായ പക്ഷേ അവനോട് കാര്യമായൊന്നും പറഞ്ഞില്ല. തന്റെ കോട്ടെടുത്ത് ധരിച്ച് അവിടെ നിന്ന് പോവാനൊരുങ്ങി. ടെസൂക്ക ആ സമയം ഓടി വന്ന് അവളെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. പിന്നാലെ തന്റെ പ്രണയവും അവളോട് തുറന്നു പറഞ്ഞു. പക്ഷേ ഒന്നും മിണ്ടാതെ അവൾ അവിടെ നിന്ന് പോവുകയായിരുന്നു ചെയ്തത്. ആ ഒരു നിമിഷത്തിൽ മായ ഒന്നുകൂടി മനസ്സിലാക്കി താൻ ചിഗാരയെ പ്രണയിക്കുന്നത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. തന്റെ ഉള്ളിൽ ഇപ്പോൾ ചിഗാരയുണ്ട്. എന്തു ചെയ്യുമെന്നറിയാതെ അവൾ തന്റെ സുഹൃത്ത് ചീക്കയോട് ചെന്ന് സംസാരിച്ചു. കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. നിന്റെ ഹൃദയം എന്ത് പറയുന്നു അതുപോലെ മുന്നോട്ടു പോ എന്ന് പറഞ്ഞ് അവളെ എൻകറേജ് ചെയ്യുകയായിരുന്നു ചീക്ക ചെയ്തത്. ചിഗാരയും ടെസൂക്കയും അടുത്ത കൂട്ടുകാരായിരുന്നെങ്കിലും മായയുടെ സംഭവം അവർക്കിടയിൽ അകലമുണ്ടാക്കി. അടുത്ത ദിവസം ടെസൂക്ക ചിഗാരയെ അല്പം ജലസാക്കാൻ ശ്രമിച്ചു. തലേ ദിവസം താൻ മായയെ കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അത്. അന്ന് തന്നെ അവൻ മായയെ കണ്ടു. മറ്റാരെയും അവളെ തൊടാൻ അനുവദിക്കരുത് എന്ന് അവളോട് പറഞ്ഞു. അവളെ കെട്ടിപ്പിടിക്കുകയും അവളുടെ കഴുത്തിനൊരു ചുംബനം കൊടുക്കുകയും ചെയ്തു. നീ എന്റെ പെണ്ണാണ് എന്നും അവൻ പറഞ്ഞു. അവർ തമ്മിലുള്ള സംസാരവും അവൻ അവളെ ചുംബിക്കുന്നതും സ്കൂളിലെ മറ്റു ചില പെൺകുട്ടികൾ കണ്ടിരുന്നു. അവരെ അങ്ങനെ കണ്ടുവെന്നുമായ തിരിച്ചറിഞ്ഞതും അവൾ വല്ലാതെ വറീഡായി. അവൾ ഉടനടി അവിടെ നിന്ന് പോന്നു. അവിടെ നിന്ന് ഓടിപ്പോകുന്നതിനിടയിൽ അവൾ ഒരു അപകടത്തിൽ പോലും പെടേണ്ടതായിരുന്നു. ഭാഗ്യവശാൽ ചിഗാര അങ്ങോട്ടേക്ക് എത്തുകയും അവളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ആ ശ്രമത്തിനിടയിൽ ചിഗാരക്ക് പരിക്കേറ്റിരുന്നു. അവൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. സാരമായ ലെഗ് ഇഞ്ചറി വന്നതുകൊണ്ട് തന്നെ ചിഗാരയ്ക്ക് ഇനി അത്ലറ്റിക് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്ന തരത്തിലും ചോദ്യങ്ങളും ആശങ്കകളും ഉയർന്നിരുന്നു. താൻ കാരണമാണല്ലോ ചിഗാരക്ക് അങ്ങനെ സംഭവിച്ചത് എന്നോർത്ത് മായയും ഒരുപാട് ദുഃഖിതയായി. ചിഗാരയ്ക്ക് വേണ്ടി സ്ഥിരമായി അവൾ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. കുറച്ചാഴ്ചകളോളം അതങ്ങനെ നീണ്ടുപോയി. ഒടുവിൽ ചിഗാര സുഖപ്പെട്ട് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി. ഒരു ദിവസം ചിഗാര മായയെ ചുംബിക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ തുടങ്ങി. അത് ചിഗാരയുടെ ഫാൻസിനിടയിൽ ഒരു കോലാഹലം തന്നെ സൃഷ്ടിച്ചിരുന്നു. അവർ സോഷ്യൽ മീഡിയ കമന്റുകളിൽ മായയെ അധിക്ഷേപിക്കാനും കളിയാക്കാനും ഒക്കെ തുടങ്ങി. ചിഗാരക്കൊട്ടും യോജിച്ചവളല്ലേ അവൾ എന്നൊക്കെയുള്ള കമന്റുകൾ നിറഞ്ഞു. മായയും അതുമായി ചേറ് ഡെസ്പായിരുന്നു. വൈകാതെയായിരുന്നു ചിഗാരയുടെ റണ്ണിംഗ് കോമ്പറ്റീഷൻ വരുന്നത്. ചിഗാര അതിൽ മത്സരിക്കുന്നുണ്ടായിരുന്നു. എത്രയൊക്കെ അപമാനം ഏറ്റുവാങ്ങിയാലും ചിഗാരയെ സപ്പോർട്ട് ചെയ്യുവാൻ താൻ സ്റ്റേഡിയത്തിൽ പോകും എന്നവൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരുന്നു. സ്റ്റേഡിയത്തിലെത്തിയ അവൾ ചിഗാരയെ സപ്പോർട്ട് ചെയ്ത് ചേർ ചെയ്യാൻ തുടങ്ങി. അവിടെ എത്തിയ അവളെ കണ്ട് മറ്റു പെൺകുട്ടികൾ വല്ലാതെ അസൂയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അവളെ കളിയാക്കാനും തുടങ്ങി. മായയാകട്ടെ അതൊന്നും മൈൻഡ് ചെയ്തില്ല. ചിഗാരയ്ക്ക് വേണ്ടി ആർപ്പ് വിളിച്ചു. മത്സരത്തിൽ ചിഗാര പങ്കെടുക്കുകയും
അതിൽ വിജയം കൈവരിക്കുകയുമുണ്ടായി. ഇതേ സമയം കുട്ടികളുടെയും മറ്റും കനത്ത പരിഹാസം സഹിക്കാൻ പറ്റാതെ മായ അവിടെ നിന്ന് സ്കൂൾ ലൈബ്രറിയിലേക്ക് പോന്നിരുന്നു. ചിഗാരയും ദൂരെ നിന്ന് അത് നോക്കിക്കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ചിഗാര മായയ്ക്ക് പിന്നാലെ ലൈബ്രറിയിലേക്ക് ചെന്നു. ലൈബ്രറിയിൽ എത്തിയ അവൻ മായയ്ക്കടുത്ത് തന്റെ പ്രണയം തുറന്നു പറഞ്ഞു. ലൈബ്രറിയിൽ വെച്ച് അന്ന് ആദ്യമായി കണ്ടവളോട് സംസാരിക്കുന്നതിന് മുമ്പേ താൻ അവളെ സ്റ്റോക്ക് ചെയ്യാറുണ്ടായിരുന്നെന്നും അവളെ പണ്ട് തൊട്ടേ തനിക്കിഷ്ടമായിരുന്നെന്നും അന്നൊന്നും പറയാൻ ധൈര്യമില്ലായിരുന്നെന്നും അവൻ അവളോട് തുറന്നു പറഞ്ഞു. അതൊക്കെ കേട്ടതും അവൾ വല്ലാതെ ഇമോഷണൽ ആയിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. താനും എത്രമാത്രം അവനെ പ്രണയിക്കുന്നു എന്നവളും തുറന്നു പറഞ്ഞു. മായയും ചിഗാരയും ഒന്നു ചേരുകയായിരുന്നു. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.